ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ സാമൂഹ്യ ശാസ്ത്രം അഥവാ ഇന്ന് നടന്ന സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 1, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിവിധതരം തൊഴിലുകൾ നിരീക്ഷിക്കൂ. തൊഴിലുകളിൽ നിന്ന് മാത്രമാണോ കുടുംബത്തിന് വരുമാനം ഉണ്ടാകുന്നത്? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കി കുറിപ്പെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, തൊഴിലുകളിൽ നിന്ന് മാത്രമാണ് നമുക്ക് വരുമാനം ഉണ്ടാകുന്നത്? അല്ല, അല്ലേ? അല്ല, മറ്റുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെയുണ്ട്? ബാങ്ക് നിക്ഷേപം, അതുപോലെ തന്നെ ആസ്തികൾ, കൃഷി, കമ്മീഷൻ തുടങ്ങിയ മേഖലയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? വരുമാനം കിട്ടാറുണ്ട്. പ്രധാനമായിട്ടും ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ, കൃഷി, കമ്മീഷൻ, ലാഭം തുടങ്ങിയതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം കിട്ടാറുണ്ട് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധതരം സാമ്പത്തിക അസമത്വത്തിൻ്റെ കാരണങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? 1, തൊഴിലിലും വരുമാനത്തിനുമുള്ള അസമത്വം. മറ്റൊന്ന്, വിഭവങ്ങളുടെ വിതരണത്തിലെ അസമത്വം. ഒന്നുകൂടെ പറയാം: തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം, വിഭവങ്ങളുടെ വിതരണത്തിലെ അസമത്വം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ. പ്രവർത്തനം 2 ആണ്. ഗ്രഹങ്ങളും അവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചൊവ്വയുമായി ബന്ധപ്പെട്ടത് ഏതാണ് കൂട്ടുകാരെ? ചൊവ്വ എന്ന് പറയുന്നത് ചുവന്ന ഗ്രഹമാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? ചുവന്ന ഗ്രഹം എന്നുള്ളതാണ്. ചുവന്ന ഗ്രഹം. ഇനി വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ളത് ഏതിനാണ്? ശനിക്കാണ്. ശനിയാണ് വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ളത്. യുറാനസിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ്. ഓക്കെ, തണുപ്പുള്ള ഗ്രഹമാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് തണുപ്പുള്ള ഗ്രഹം എന്നാണ്. ഇനി അടുത്തത് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. ഓക്കെ, ശുക്രൻ. അപ്പോൾ അവിടെ ശുക്രൻ എന്ന് എഴുതി കൊടുക്കാം. ഇനി തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങൾ സ്വയം പ്രകാശിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത്, ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഭ്രമണവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പരിക്രമണവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ആദ്യം ഭ്രമണം നോക്കാം. ഭ്രമണവുമായി ബന്ധപ്പെട്ടത് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി അനുഭവപ്പെടുന്നു എന്നുള്ളത് ഭ്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ഭ്രമണം. ഇനി ഒരു കറക്കം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് വേണം എന്നുള്ളതും ഭ്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് നോക്കൂ. അടുത്തതെല്ലാം പരിക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. 365 1/4 ദിവസം വേണം എന്നുള്ളത് പരിക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. പരിക്രമണം. ഇനി ഒരു നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യൻ ചുറ്റുന്നു എന്നുള്ളതോ? അതും പരിക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇതും പരിക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അമേരിക്കയിലെ ന്യൂയോർക്കിൽ പകൽ സമയം നടക്കുന്ന കോപ്പ അമേരിക്ക മത്സരത്തിൻ്റെ തത്സമയ സംപ്രേഷണം കേരളത്തിൽ താമസിക്കുന്ന കുട്ടി രാത്രിയാണ് കാണുന്നത്. ഇതിനുള്ള കാരണം ഭൂമിയുടെ ഏത് ചലനമാണ്? ഏതാണ്? ഭ്രമണമാണ്. ഭ്രമണം. ഓക്കെ, ഭ്രമണമാണ് കാരണം എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനം 4, സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. കൃത്യമായി എഴുതപ്പെട്ടവയെ നമ്മൾ എന്താ പറയുന്നത്? കൃത്യമായി എഴുതപ്പെട്ടതെന്ന് പറയുന്നത് സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളാണ്. ഇനി നിയമനിർമ്മാണ സഭകൾ വഴി രൂപപ്പെടുന്നതിന് നമ്മൾ പറയുന്നത് വ്യവസ്ഥാപിത സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുത്തുന്ന നിയമങ്ങളും ബി എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. ഓക്കെ, ബി ചോദ്യം, സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് കുട്ടികൾ പാലിക്കേണ്ട ഏതെങ്കിലും 2 വ്യവസ്ഥകൾ എഴുതാനാണ് പറയുന്നത്. ഒന്നെന്താണ്? കൃത്യനിഷ്ഠത പാലിക്കണം, അല്ലേ? അതുപോലെ തന്നെ സ്കൂളിലെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. ഇനി കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട നിയമം ഏത്? ബാലാവകാശ നിയമം, ഗതാഗത നിയമം, വിവരാവകാശ നിയമം, നീർത്തട സംരക്ഷണ നിയമം. ഏതാണ്? ബാലാവകാശ നിയമം എന്നുള്ളതാണ്.
ഇനി പ്രവർത്തനം 5, ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആയിരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 16, സെപ്റ്റംബർ 16, ജൂൺ 12, മെയ് 28. ഏതാണ്? ഒക്ടോബർ 16 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒക്ടോബർ 16. ഇനി ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാകാനുള്ള കാരണങ്ങൾ കണ്ടെത്തി ലിസ്റ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ, സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തുന്ന റാലിക്ക് അനുയോജ്യമായ പ്ലക്കാർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ, ഭക്ഷണം അമൂല്യമാണ്, അത് പാഴാക്കരുത്, ഭക്ഷണവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നത്, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന സന്ദേശമെല്ലാം ഉള്ള 1-2 പ്ലക്കാർഡാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. പ്രവർത്തനം 6 നദികളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ നദികളിൽ ഭൂരിഭാഗവും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നു. മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് കേരളത്തിലെ നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഭൂരിഭാഗം നദികളും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ നദികൾ എക്കാലത്തും നിറഞ്ഞൊഴുകുന്നവയാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും ശുദ്ധജല വിതരണത്തിനും ഉള്ള സർക്കാർ പദ്ധതികളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരള മിഷൻ്റെയാണ്. ഓക്കെ, ഹരിത കേരള മിഷൻ. തെളിനീരൊഴുകും നവകേരളം എന്നുള്ളത് തദ്ദേശീയ സ്വയംഭരണ വകുപ്പാണ്. ഇനി ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി ജലസ്രോതസ്സുകളുടെ മലിനീകരണം തടയുന്നതിനുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശം എഴുതാനാണ് പറയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക, ജലസ്രോതസ്സുകളിലെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം ഒഴിവാക്കുക, അതുപോലെ ജലസ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുക്കി വിടാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി 7ാമത്തെ നോക്കൂ. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സിൽ ഒരു ചുമപത്രിക തയ്യാറാക്കുന്നതിന് ആവശ്യമായ ആശയങ്ങൾ എന്തൊക്കെയായിരിക്കണം? കുട്ടികളുടെ അവകാശവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശയങ്ങളായിരിക്കണം നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇനി ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 20, നവംബർ 14, ജൂൺ 12, സെപ്റ്റംബർ 5. ജൂൺ 12 ആണ്. ഓക്കെ, ജൂൺ 12. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിരുന്നു. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ റിവിഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഏകദേശം ആ ഒരു മോഡലൊക്കെ തന്നെയായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഇനി അടുത്ത എക്സാമിനുള്ള വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.